നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് തമിഴ്നാട്ടിൽ ഇപ്പോൾ വലിയ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. വിജയ് നരേന്ദ്രമോദിയെ സന്ദർശിച്ചത് ശരിയായില്ല. കാരണം BJPയോട് എതിർപ്പുള്ള രാഷ്ട്രീയ കക്ഷികൾ നിരവധിയുണ്ട് തമിഴ്നാട്ടിൽ. BJP എതിർപ്പ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കക്ഷികളാണ് DMKയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും. ഒരു പരിധിവരെ ഇപ്പോൾ അധികാരത്തിലുള്ള വിജയുടെ തമിഴക വെട്രിക്കഴകവും. അപ്പോൾ വിജയ് നരേന്ദ്രമോദിയെ സന്ദർശിച്ച അത്ര ശരിയായില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഔപചാരികമായിട്ടുള്ളൊരു സന്ദർശനം, പുതിയതായി അധികാരമേറ്റൊരു മുഖ്യമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുക എന്നുള്ളതിലെ ഒരു ഔപചാരികത. കാരണം സംസ്ഥാനവും കേന്ദ്രവുമായി ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനവും അതുവഴി രാജ്യത്തിൻ്റെ വികസനവും ആത്യന്തികമായി സാധ്യമാവുകയുള്ളൂ. അതൊരു പൊതു രാഷ്ട്രീയ മാന്യതയാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രക്രിയ മാത്രമാണ്. ഇതിനും അപ്പുറത്തേക്കാണ് ഇപ്പോൾ ചർച്ചകൾ നീളുന്നത്. അപ്പോൾ ഇത് പറയുവാൻ ഉള്ള കാരണം, ഈ സന്ദർശനമോ അതുമായി സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങളോ അല്ല പ്രധാന വിഷയം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമിഴ്നാട്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തമിഴ് പുലി വിവാദമുണ്ട്. കാരണം കോൺഗ്രസ് വിജയിയുടെ സഖ്യകക്ഷിയാണ് ഇപ്പോഴത്തെ സർക്കാർ. വിജയ് ആവട്ടെ ഈ കഴിഞ്ഞ മെയ് 18 ഈ തമിഴ് പുലികളെ അനുസ്മരിക്കുന്ന ദിനമാണ്. കാരണം ശ്രീലങ്കൻ കൂട്ടക്കൊലയെ അനുസ്മരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ തമിഴ് പുലികൾ എന്ന ഭീകരവാദ സംഘടനയെ അനുസ്മരിക്കുവാനായി കുറേ സംഘടനകൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അവരുടെ പ്രധാന ഉദ്ദേശം മറ്റൊന്നുമല്ല, ഈ ശ്രീലങ്കയിൽ നിന്ന് പലയിടങ്ങളിലേക്ക് രക്ഷപ്പെട്ടു പോയി ഒരുവിധം അവരുടെ ജീവിതം കരുപ്പിടിപ്പിച്ച ഈ ഒരു യുദ്ധത്തിൻ്റെ ഭയാനകതകൾ ഇപ്പോഴും മനസ്സിൽ ബാക്കി സൂക്ഷിക്കുന്ന ഒരു വലിയൊരു ജനവിഭാഗമുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി. അവരിൽ പലരും പല രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം റെസ്റ്റോറൻറ്റുകളിലൊക്കെ പണിയെടുത്തും ദൈനംദിനം അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും. ചിലർ നല്ല സമ്പന്നരായി തന്നെ കഴിയുന്നവരുണ്ട്. അത് പക്ഷേ വളരെ ചുരുക്കമാണ്. ഒരു 0.1% പോലും ഈ ഒരു മുഴുവൻ ജനവിഭാഗത്തിൽ വരില്ല. അഭയാർത്ഥികളായി എത്തി ആ രാജ്യത്തെ ദയ കൊണ്ട് അവിടുത്തെ പൗരന്മാരായി മാറി അവിടെ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള യുദ്ധത്തിൻ്റെ ഭയാനകത മനസ്സിൽ സൂക്ഷിക്കുന്ന ജനതയിൽ നിന്ന് ഫണ്ട് പിരിച്ച് സ്വന്തം ജീവിതം കുശാലായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ സംഘടനകളുടെ എല്ലാം പ്രധാന ലക്ഷ്യം. തമിഴ്നാട്ടിലുള്ള ഈ അനുസ്മരണ സംഘടനകളുടെ എല്ലാം അത്തരത്തിലുള്ള സംഘടനകൾ പല ഒരു ചടങ്ങുകളും ഈ മെയ് 18 ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വിജയ് ഈ കഴിഞ്ഞ ദിവസം പ്രഭാകരൻ ശ്രീലങ്കൻ തമിഴരോടൊരു മാതൃതുല്യമായ വാത്സല്യം സൂക്ഷിച്ചിരുന്നു എന്ന് ഒരു പ്രഖ്യാപനം നടത്തുകയും കോൺഗ്രസ് അതേ സംബന്ധിച്ച് നിശബ്ദത പാലിക്കുകയും ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ച് തമിഴ് പുലികൾ എങ്ങനെയാണ് പ്രസക്തരാകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം രാജീവ് ഗാന്ധിയുടെ വധം എന്നുള്ളത് നേരെ ചെന്ന് നിൽക്കുന്നത് തമിഴ് പുലികളിലാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾക്കെല്ലാം ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ പോലെ കോൺഗ്രസ്സിലെ വ്യാജഗാന്ധി കുടുംബം ഒന്നടങ്കം മാപ്പ് നൽകി എന്നുള്ളതും വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും കോൺഗ്രസ് പലപ്പോഴും ഈ തമിഴ് പുലികളെ പരസ്യമായി മുൻപെങ്കിലും അപലപിക്കാറുണ്ടായിരുന്നു. കാരണം അവർ ഭീകരവാദികൾ തന്നെയാണ് എന്ന് തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഘടകം എപ്പോഴും പറഞ്ഞിരുന്നു. അവരെ പലരും അസഭ്യവർഷം കൊണ്ട് നേരിട്ടിരുന്നെങ്കിൽ പോലും. പക്ഷേ ഇപ്പോൾ അതിനും കഴിയാത്തൊരവസ്ഥയിലേക്ക്, ഗതികെട്ടൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് പതിച്ചിരിക്കുകയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു ദയനീയാവസ്ഥ മാത്രമല്ല, മറ്റൊരു അപകടകരമായൊരു സാഹചര്യം കൂടി തമിഴ്നാട്ടിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഒരു തമിഴക വെട്രിക്കഴകം തമിഴ് പുലികളെ, അല്ലെങ്കിൽ തമിഴ് പുലികളുടെ നേതാവായിരുന്ന വേലുപ്പിള്ള പ്രഭാകരൻ എന്ന ഭീകരവാദിയെ പരസ്യമായി വാഴ്ത്തുമ്പോൾ തമിഴ് പുലികൾക്ക് ഒരു സാധൂകരിക്കുന്ന രീതിയിൽ, തമിഴ് പുലികളെ സാധൂകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു പിന്തുണ, നിയമപരമായിട്ടുള്ളതല്ലെങ്കിൽ പോലും ധാർമ്മികമായൊരു പിന്തുണ നൽകുന്നൊരു പശ്ചാത്തലമാണ് തമിഴ്നാട്ടിൽ ഒരുങ്ങി വരുന്നത്. അപ്പോൾ നാം തമിഴർ കക്ഷി എന്നുള്ളൊരു NTK എന്ന ഒരു കക്ഷി നേരത്തെ തന്നെ കഴിഞ്ഞൊരു 10 വർഷങ്ങളോളമായി, 10 വർഷമാണോ എന്ന് കൃത്യമായി എനിക്ക് ഓർമ്മയില്ല, 16 വർഷം, 2010 തോന്നുന്നു ആ രാഷ്ട്രീയ കക്ഷിയായി അവർ സ്വയം രജിസ്റ്റർ ചെയ്യുന്നത്. 2010 എൻ്റെ ഓർമ്മ, സബ്ജക്റ്റ് ടു കറക്ഷൻ. 2010 നിലവിൽ വന്ന നാം തമിഴർ കക്ഷി ഈ തമിഴ് പുലി രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പരസ്യമായ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയും തമിഴ് പുലികളുടെ ചിഹ്നം പരസ്യമായി പ്രദർശിപ്പിച്ചും തന്നെയാണ് അവർ രാഷ്ട്രീയ ഭൂമികയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ തലവൻ ആയിട്ടുള്ള, അവരുടെ നേതാവായിട്ടുള്ള സീമാൻ അടിസ്ഥാനപരമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫണ്ട് പിരിവിൽ ഒരു വിദഗ്ധനാണ്. ആ ഫണ്ട് പിരിവ് കിട്ടുന്നിടത്തോളം കാലം ഒരു കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം ഇത്തരത്തിലുള്ള ഭീകരവാദ പരിപോഷണം മുന്നോട്ട് വയ്ക്കുകയും അതിനപ്പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. കാലക്രമത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു
പരിധി വിടാത്ത സ്വഭാവം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം ആവേശത്തോടു കൂടി ചേർന്ന അണികൾ പലരും ഇപ്പോൾ വിട്ടുപോയി സ്വന്തമായിട്ടുള്ള ഇയക്കങ്ങളെന്ന് പറയും. ഈ ഇയക്കമെന്ന് പറയുന്നത് തന്നെ ഒരു അപകടം പിടിച്ചൊരു വാക്കാണ്. കാരണം ഇയക്കമെന്നുള്ള രീതിയിൽ, ഇയക്കമെന്ന് പറഞ്ഞാൽ സംഘടന എന്നാണ് അതിൻ്റെ ഒരു വിശാലമായ അർത്ഥം. ഈ ഇയക്കം എന്നുള്ള രീതിയിൽ തന്നെയാണ് തമിഴ് പുലികൾ തുടങ്ങുന്നത്. ഈ തമിഴകത്തിപ്പോൾ തുടങ്ങുന്ന ഈ ഇയക്കങ്ങളുണ്ടല്ലോ, അതിൽ പാരിസാലൻ തുടങ്ങിയ അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട്. വളരെ അപകടകരമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, എന്നാൽ ഈ സീമാനെ പോലെ മണ്ടന്മാരല്ലാത്ത ബുദ്ധിമാന്മാർ തന്നെയാണ്. അതിബുദ്ധിമാന്മാരായിട്ടുള്ള പലരും ഇത്തരത്തിലുള്ള പല സംഘടനകളുടെ സ്ഥാപനവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, സധൈര്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ തമിഴ് വിഘടനവാദം, തമിഴ് ദേശീയവാദം എന്നുള്ള പേരിൽ നമ്മുടെ ഭാരതത്തിൽ വിഘടനവാദം മുന്നോട്ട് വയ്ക്കുവാനുള്ള ലക്ഷ്യവുമായി അവർ അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ പ്രഭാകരൻ വാഴ്ത്ത് പ്രശ്നമാകുന്നത്, പ്രസക്തമാകുന്നത്. അതും നരേന്ദ്രമോദിയെ വിജയ് സന്ദർശിച്ചതുമായി എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ തൽക്കാലം ബന്ധമൊന്നുമില്ല. പക്ഷേ ഈ വാഴ്ത്ത് കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോവുകയാണ്, തന്നെയുമല്ല ഈ തമിഴ്നാട്ടിൽ ക്രമസമാധാന നില ഇപ്പോൾ വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ വഷളായിരുന്നു. വിജയുടെ സ്ഥാനാരോഹണത്തിന് ശേഷം കൂടുതൽ വഷളാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊരു ഭയപ്പാട് ജനങ്ങളുടെ ഇടയിലുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം തമിഴ്നാട്ടിലാകെ നിലനിൽക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഒരു പക്ഷേ ഈ തമിഴ് പുലികളുടെ മേലുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ പ്രീതിയുമായി ബന്ധപ്പെട്ടുള്ളതാകാമെന്നും ചിലർ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചില രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ എന്തെങ്കിലും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു വിശദീകരണം നൽകുവാനോ, അമിത്ഷായ്ക്കല്ല വിശദീകരണം നൽകാൻ പോകുന്നതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിരിക്കാം അദ്ദേഹം വിശദീകരണം നൽകുന്നത്. ഞാനൊരു രാഷ്ട്രീയ മേൽക്കൈക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേട്ടത്തിന് വേണ്ടിയിട്ട് പറഞ്ഞ ഒരു പ്രസ്താവനയാണിത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഈ അപകടകരമായ ഇയക്കങ്ങൾ ഉയർന്നു വരുന്നതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന് കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും സംയുക്തമായി എന്ത് നടപടികളൊക്കെ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളുടെ ചർച്ചകൾക്കും ഒരു അടിസ്ഥാനമിടലും ആകാം ഈ സന്ദർശനത്തിൻ്റെ ഒരു ലക്ഷ്യം. എന്തായാലും തമിഴ്നാടും കേരളം പോലെ തന്നെ, കേരളത്തിൽ മറ്റൊരു രീതിയിലാണ് അപകടകരമായൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒരു പരിധി വിട്ടുള്ള ഭരണസ്വാധീനം. തമിഴ്നാട്ടിൽ ഒരുപക്ഷെ ഭീകരവാദ സംഘടനകളുടെ പുതിയൊരു മുഖം ഉരുത്തിരിഞ്ഞു വന്നേക്കാം. അതും ആശയപരമായിട്ടുള്ള ഭീകരവാദം. ആശയപരമായിട്ടുള്ള ഭീകരവാദത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അത്തരത്തിലൊരു ഇയക്കങ്ങൾ ഉയർന്നു വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന പ്രാബല്യം നേടുകയോ ചെയ്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലിരുന്ന് അവർ ഒരു ആശയപ്രചരണം നടത്തും. ലോകത്തിൻ്റെ പല ഭാഗത്തും അതിൻ്റെ അനുരണങ്ങളുണ്ടാകും. ഭീകരാക്രമണങ്ങൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ പുതിയൊരു രീതിയിൽ, ഇപ്പോഴത്തെ കാലത്ത് ബോംബ് പൊട്ടിക്കണമെന്നൊന്നുമില്ല ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ നിരവധി പ്രശ്നങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുവാൻ പലർക്കും സാധിക്കും. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ബുദ്ധിയുള്ള, പ്രാപ്തിയുള്ള യുവാക്കളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇയക്കങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളവരിൽ പലരും. അവരെ അപകടകരമായ രീതിയിൽ തന്നെ കാണണം, ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിനും അറിയാം. ഒരുപക്ഷെ ആ ഒരു സന്ദേശം ജോസഫ് വിജയ്ക്കും കൈമാറപ്പെട്ടിരിക്കാം പ്രധാനമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയിൽ. എന്തായിരിക്കും ഈ സാഹചര്യത്തിൻ്റെ പുതിയ വികാസങ്ങൾ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണേണ്ട കാര്യമാണ്. ആ വികാസങ്ങൾ സംഭവിക്കുന്ന തലത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ പ്രേക്ഷകരുമായി ആ വിവരങ്ങൾ തത്വമയി ന്യൂസ് പങ്കുവയ്ക്കുന്നതാണ്. അതിൻ്റെ വിശകലനങ്ങളുമായി അപ്പോൾ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.